എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ വന്നിരുന്ന കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ കുറച്ച് കാര്യങ്ങളാണ്. പദ്ധതികൾ കേരളവുമായി റിലേറ്റ് ചെയ്ത് PSC ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ 2023 ശേഷിപ്പുകളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കേരളം എന്നുള്ളത് പഠിക്കാം. ആദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ്. കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, പ്രീവിയസുമാണ്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. കുസാറ്റാണ്. കുസാറ്റ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? കണ്ണൂർ. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ. കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പാക്കാനൊരുങ്ങുന്നത്? കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? ഏതാണ്? മന്ദഹാസം. മന്ദഹാസം. കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി? ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ്? കേരളം. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിരിക്കുന്നത് കേരളമാണ്. 13ാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം. 13. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം ആരാണ്? PT ഉഷ. 61ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല. 61ാമത് സ്കൂൾ കലോത്സവം സ്വർണ്ണക്കപ്പ് ലഭിച്ചത് കോഴിക്കോടിന്. സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല ഏതാണ്? കോഴിക്കോട്. താഴെ പറയുന്ന സൂചകങ്ങൾ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പോൾ PSC ചോദിക്കാറുണ്ട് അല്ലേ? താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. നമുക്ക് നോക്കാം. 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ്. ചന്ദ്രഗിരിയ തീരാദല്ലി, അതായത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിലാണ് ആദ്യ നോവൽ. ഐഷാറ മദല്ലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരാണ്? സാറ അബൂബക്കർ ആണ്. സാറ അബൂബക്കർ. കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണ് സാറ അബൂബക്കർ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്നും കൂടി നോക്കാം. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തയാണ്. ചന്ദ്രഗിരിയ തീരാദല്ലി, അതായത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ ആണ് ആദ്യ നോവൽ. ആദ്യ നോവൽ ഏതാണ്? ചന്ദ്രഗിരിയ തീരാദല്ലി. അപ്പം അങ്ങനെ ചോദിക്കാട്ടോ, ചന്ദ്രഗിരിയ തീരാദല്ലി എന്ന നോവൽ ആരുടേതാണ്? സാറ അബൂബക്കറിൻ്റെതാണ്. പിന്നെയോ ഐഷാറ മദലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനവും ചെയ്തിട്ടുണ്ട്. അടുത്തത് 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ്. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി. മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഇമ്പോർട്ടൻ്റ് ആണ്. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി ജില്ല കൊല്ലം. ജില്ല ഏതാണ്? കൊല്ലം. പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഇന്ത്യയിലെ തന്നെ ഏതാണ്? അതും കൊല്ലമാണ് കേട്ടോ. അപ്പോൾ മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി.
ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയതാരാണ്? കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് MB രാജേഷ് ആണ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MB രാജേഷ്. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ്? വിനോദ് ചന്ദ്രനാണ്. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിൽ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. നായിക ആരാണ്? PK റോസി. ആരാണ്? PK റോസി. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേര് PK റോസി. അടുത്തത്, കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2023 ഏപ്രിൽ 25 കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം കാസർഗോഡ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ എന്താണ്? കുതിച്ചു ചാടുന്ന ചീറ്റ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയത് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഏതാണ്? ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശ്ശൂരാണ് കേട്ടോ. ഇരിഞ്ഞാടപ്പിള്ളി രാമൻ എന്നാണ് ആനയുടെ പേര്. അപ്പോൾ ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂരുള്ള ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ക്ഷേത്രാചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം. ഇത് കുറേ തവണ PSC ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടല്ലേ. G20 ഉച്ചകോടിയുടെ ഭാഗമായിരുന്ന ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? കുമരകം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? M. ഷാജർ ആണ്. M. ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ, യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? M. ഷാജർ ആണ്. M. ഷാജർ. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളം. ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് കേരളമാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്
ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്താണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വി.കെ. മോഹൻ കമ്മീഷനാണ്. മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വി.കെ. മോഹൻ കമ്മീഷൻ. നീതി ആയോഗിന്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നീതി ആയോഗിന്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളം. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടന്നത്? ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? തിരുവനന്തപുരം പൊന്മുടി തിരുവനന്തപുരം പൊന്മുടിയിലാണ് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ചെറുവൈക്കലിലാണ്. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ചെറുവൈക്കലിലാണ്. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളം. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാനുള്ളതിനുള്ള പദ്ധതിയാണ് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരത ആക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? അനന്യ മലയാളം. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷികയാണ് പത്മാലക്ഷ്മി. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മാലക്ഷ്മിയാണ്. പത്മാലക്ഷ്മി. കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത. സ്രാങ്ക് ലൈസൻസ് നേടിയത് എസ് സന്ധ്യയാണ്. ആരാണ്? എസ് സന്ധ്യ. സ്രാങ്ക് ലൈസൻസ് നേടിയത് എസ് സന്ധ്യ. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി.ടി. ഉഷയാണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി.ടി. ഉഷ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എവിടെയാണ്? പയ്യന്നൂർ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. പായ്വഞ്ചി ബയാനത്ത് അഭിലാഷ് ടോമിയാണ് ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമിയാണ്. അടുത്തത്, സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശേഖറിൻ്റെ പേരാണ്. നമ്മൾ കണ്ടതാണല്ലേ, PSC ബുള്ളറ്റിൻ സമകാലിക നമ്മൾ ഓരോ മാസത്തെയും പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ച കാര്യമാണ് അല്ല, ഇന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. 33928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അശ്വിൻ ശേഖർ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വച്ചാണ്? തൃശ്ശൂർ. ഒന്നാമതെത്തിയത് കാസർഗോഡാണ്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് തൃശ്ശൂർ വച്ചാണ്. ഒന്നാമതെത്തിയത് കാസർഗോഡ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ശ്രീയാണ്. ഓൺലൈൻ റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ റേഡിയോ ഏതാണ്? റേഡിയോ ശ്രീയാണ്. ഓൺലൈൻ റേഡിയോ. കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17. കുടുംബശ്രീ ദിനം മെയ് 17.
സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് 2023 ജൂൺ 5-നാണ്. 2023 ജൂൺ 5 കെ ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കെ ഫോൺ എന്ന് പറയുന്ന കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ് കേട്ടോ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5-നാണ്. 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേരെന്താണ്? എവിടെയാണ് ചിലന്തിയെ കണ്ടെത്തിയ? തിരുനെല്ലിയിലാണ് കേട്ടോ. 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തി ഡ്രാപ്പോസ സെബാസ്റ്റ്യാനി. ഡ്രാപ്പോസ സെബാസ്റ്റ്യാനി ചിലന്തിയാണേ, ഡ്രാപ്പോസ സെബാസ്റ്റ്യാനി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് പുനലൂർ നഗരസഭയിലെ കലങ്ങുംമുകളാണ്. കലങ്ങുംമുകൾ ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് വാർഡ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ്? കലങ്ങുംമുകളാണ്. കലങ്ങുംമുകൾ ഇൻഷുറൻസ്, കലങ്ങുംമുകൾ, പുനലൂർ നഗരസഭ. ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഈറ്റ് റൈറ്റ് കേരള. ഈറ്റ് റൈറ്റ് കേരള എന്നുള്ളതാണ്. അത് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ബെൽജിയമാണ്. UITPയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയമാണ്. UITPയുടെ ആസ്ഥാനം ബെൽജിയമാണ്. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ള. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? PS ശ്രീധരൻ പിള്ളയാണ്. കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ, അത് രചിച്ചത് ചെറായി രാമദാസ് ആണ്. കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചത് ചെറായി രാമദാസ്. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമയാണ് 2018. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ഏതാണ്? 2018. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് എവിടെയാണ്? കോട്ടയം. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ കളക്ടറേറ്റ് കോട്ടയം. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 22-ന് ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ്. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22-ന് ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാറാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് എവിടെയാണ്? കവടിയാർ. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ഡോക്ടർ സുഷമ ശങ്കർ. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് ഡോക്ടർ സുഷമ ശങ്കറാണ്. ഡോക്ടർ സുഷമ ശങ്കർ. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ഗീത AR ആണ്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗീത AR. സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മൾ പഠിച്ചതാണ്. ആരാണ്? നികിത ജോബി, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല.
തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ്. ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? വിജിലൻസിൻ്റെയാണ്. വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ക്ലീൻ കോർപ്പ്. ക്ലീൻ കോർപ്പ്. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. കേരളം കുറവും കൂടിയ സംസ്ഥാനം ബീഹാറും. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ലയായി കണക്കാക്കുന്നത് എറണാകുളമാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ്? എറണാകുളം. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നടപ്പാത ശക്തൻ നഗർ, തൃശ്ശൂരിലെ ശക്തൻ നഗറിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത എവിടെയാണ്? തൃശ്ശൂരിലെ ശക്തൻ നഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം എവിടെയാണ്? വാഗമൺ. നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡിലിവർ കണ്ണാടിപ്പാലം വാഗമൺ. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആരാണ്? ഡോക്ടർ നിമ്മി എം ജോർജ് ആണ്. ഡോക്ടർ നിമ്മി എം ജോർജ്. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര. പഠിച്ചതാണ് അല്ലേ? കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാണ്? പച്ചക്കുതിര. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം പ്രതിദിന വേതനം 333 രൂപയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം 333 രൂപ. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം പാളയത്താണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം പാളയം. ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം പാളയം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോഴ്സ് കോഴ്സ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോഴ്സ് കോഴ്സ്. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പുലിക്കയത്താണ്. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പുലിക്കയത്താണ്. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് റിൻഷ പട്ടക്കൽ. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് റിൻഷ പട്ടക്കൽ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയൻ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയത് ആരാണ്? ജിതിൻ വിജയൻ.
തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സാഗർമാല. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം, അത് സമുന്നതി. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? സജ്ജം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ MP തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് കോട്ടയത്തിലെ പള്ളിക്കത്തോടാണ്. PT ഉഷ തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് കോട്ടയം പള്ളിക്കത്തോട്. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വിഴിഞ്ഞം. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ബീറ്റ്സ്. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല. സുരേഷ് കൃഷ്ണൻ സംഗീത സംവിധാനം മോഹൻ സിത്താര. ഏതാണ്? എഴുത്തോല. മലയാള ചലച്ചിത്രം എഴുത്തോല. സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? റേഷൻ റൈറ്റ് കാർഡാണ്. റേഷൻ റൈറ്റ് കാർഡ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? അതിഥി ആപ്പ്. അടുത്ത ചോദ്യം, വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോകബാങ്കാണ്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലീ രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമാണ്. അതിന് സഹായം നൽകുന്നത് ലോകബാങ്കാണ്. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചസ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും ഫ്രാൻസും തമ്മിലായിരുന്നു. ഫ്രിഞ്ചക്സ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ. തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചക്സ് 23 സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ. ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യ കഥ ഏതാണ്? ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. അതിൻ്റെ സംവിധാനം ജയരാജായിരുന്നു സംവിധാനം. ടി പത്മനാഭന്റെ സിനിമയാക്കിയ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പ്രസിഡന്റ്സ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂളാണ് INS ദ്രോണാചാര്യ. കൊച്ചിയിലെ INS ദ്രോണാചാര്യയാണ് പ്രസിഡന്റ്സ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗണ്ണറി സ്കൂൾ ഏതാണ്? INS ദ്രോണാചാര്യ.
നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. സംസ്ഥാനത്തെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. സംസ്ഥാനത്ത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മിഷൻ ഇന്ദ്രധനുഷ്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? മാതൃയാനം. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടെറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? കേരളം. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടെയിൽ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ക്രൂയിസറാണ് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ക്രൂയിസർ ഏതാണ്? ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ക്രൂയിസർ ഏതാണ്? ഇന്ദ്ര. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 23-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലവും 2023-24 വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് തൃശ്ശൂരുമാണ്. അപ്പോൾ കായികമേള തൃശ്ശൂരും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലവുമാണ്. കേരളത്തിലെ ആദ്യ സൗരോർജ്ജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ്? സൂര്യാംശു ആണ്. കേരളത്തിലെ ആദ്യ സൗരോർജ്ജ വിനോദ സഞ്ചാര ബോട്ട് ഏതാണ്? സൂര്യാംശു. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് കാന്തല്ലൂർ, ഇടുക്കി ജില്ല. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? കേരളീയം 2023 ലോഗോ, ഇതാണ് ലോഗോ. ഇത് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരിയാണ്. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. ബോസ് കൃഷ്ണമാചാരിയാണ്. 24 ഭൂപടം കേട്ടോ, ഓർത്തു വയ്ക്കണം. എത്രണ്ണാണ്? 24 എണ്ണം. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന. 25 വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേര് രചന. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകിരണം. വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? നവകിരണം. കേരളത്തിലെ അംഗനവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി. കേരളത്തിലെ അംഗനവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്നത് ഏത് പദ്ധതിയാണ്? അംഗൻ ജ്യോതി. അടുത്തത് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല്. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. തിരിച്ചും ചോദിക്കാട്ട്, ആരാണ് സംഘടിപ്പിച്ചത്? ആരാണ്? സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രം ഇതാണ് കുട്ടിയോദ്ധാവ്. സംവിധാനം കലന്തൻ ബഷീറാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് കുട്ടിയോദ്ധാവ്. സംവിധാനം കലന്തർ ബഷീർ. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്.
തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ. ഇപ്പോൾ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ അതിനാണ് തകഴി ചെറുകഥാ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളത്താണ്. ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യമാണ് മിഷൻ സേഫ് ബ്രീത്ത്. മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന. ആലപ്പുഴയിലെ ചെറുതനയാണ് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. രണ്ടാം സ്ഥാനം പാലക്കാടിനാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണിപ്പോൾ? ഇടുക്കിയാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലേക്ക് എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് കേരളമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം ലഭിച്ചത് കേരളം. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം, കാഴ്ച പരിമിതർക്കായി പ്രത്യേക ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് കേരളത്തിന് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പോഷക സമൃദ്ധി മിഷനാണ്. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ ഫ്ലോറ ഫാന്റസി വളാഞ്ചേരിയാണ് കേട്ടോ. ഫ്ലോറ ഫാന്റസി വളാഞ്ചേരി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു കുടുംബശ്രീ പദ്ധതി ഏതാണ്? ഉജ്ജീവനമാണ്. ഏതാണ്? ഉജ്ജീവനം. ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലെ ഫ്ലോറ ഫാന്റസി വളാഞ്ചേരിയാണ്. പിന്നെ വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതി ഏതാണ്? ഉജ്ജീവനം. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് തിരുവനന്തപുരം മാനവീയം വീതിയാണ്. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് തിരുവനന്തപുരം മാനവീയം വീതി. തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീതി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 ആണ്. ഇതൊക്കെ നമ്മൾ ഓരോ മാസത്തെയും PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പിന്നെയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ കൂടി ക്രോഡീകരിച്ചിട്ടാണ് ഈ കേരളം എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 ആണ്. ഷെൻഹുവ 15. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കോ ബാങ്ക്. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് 1 മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് ഏതാണ്? കെടാവിളക്ക്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറമാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് മലപ്പുറം ജില്ലയാണ്. പാലക്കാട് 2-ാം സ്ഥാനവും കണ്ണൂർ 3-ാം സ്ഥാനവും നേടി. 142 പോയിന്റുമായി കാനങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ 1-ാമത്.
അപ്പോൾ മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, അങ്ങനെയാണ് ശാസ്ത്രോത്സവത്തിൽ കേട്ടോ. ശാസ്ത്രോത്സവത്തിൽ ആദ്യമാരാണ് മലപ്പുറം, പിന്നെ പാലക്കാട്, പിന്നെ കണ്ണൂർ. അടുത്ത ചോദ്യം, നെതർലൻഡ് ആസ്ഥാനമായിട്ടുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരം ഏതാണ്? തിരുവനന്തപുരം. നെതർലൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ഏതാണ്? BCI ഗ്ലോബൽ കേട്ടോ. BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ ഏത് നഗരമാണുള്ളത്? തിരുവനന്തപുരമാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാണ്? കേരളം. ഇതൊക്കെ നമ്മളപ്പോൾ ഈ PSC ബുള്ളറ്റിനിൽ ഓരോ മാസവും 2 PSC ബുള്ളറ്റിൻ വീതമാണ് ഉള്ളതല്ലേ. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അതിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലപ്പോൾ ക്രോഡീകരിച്ച് ഇന്ത്യ, ലോകം, കേരളം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാസ് നിങ്ങൾ കാണുവാണെങ്കിൽ ഒരു റിപ്പറ്റീഷൻ എന്ന രീതിയിൽ നിങ്ങൾക്കൊരു റിവിഷൻ എന്ന രീതിയിൽ പഠിക്കാനും സാധിക്കും. പിന്നെ അതുമാത്രമല്ല, ഇതുവരെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത്. അടുത്തത് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസി. ഇത് നമ്മൾ പഠിച്ചതാണ്, ക്രിസ്റ്റോഫ് സനൂസിയുടെ കാര്യം അല്ലേ. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ക്രിസ്റ്റോഫ് സനൂസി, പോളണ്ടുകാരനാണ്. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. സുവർണ ചകോരം നേടിയത് തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഏതാണ്? തടവാണ് കേട്ടോ. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന ചിത്രത്തിനാണ് രജത ചകോരവും മേളയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡും. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ആട്ടം. സംവിധാനം ആനന്ദ് ഏകർഷി. ആട്ടമാണ് നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടത്തിന്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായിക വനൂരി കഹിയു. വനൂരി കഹിയുക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ ലഭിച്ചത്. സ്പിരിറ്റ് ഓഫ് സിനിമ ലഭിച്ചത് വനൂരി കഹിയു. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. കാസർഗോഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാ? കാഞ്ഞിരം. ഔദ്യോഗിക പുഷ്പം പെരിയപ്പോളത്താലി. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപരുന്ത്. ഔദ്യോഗിക മൃഗം കാൻറോസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. ശുദ്ധജല ആമയാണ് കേട്ടോ. ഔദ്യോഗിക മൃഗം ശുദ്ധജല ആമയായ കാൻറോസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിലാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മനാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. എന്താണ് ക്വസ്റ്റ്യൻ? കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി എവിടെയാണ്? നേപ്പാൾ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കാണ്. കണ്ണൂരുള്ള വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം എന്നാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരം. അതിൻ്റെ പുതിയ പേരെന്താണ്? NV കൃഷ്ണവാര്യർ. ഇനിഷ്യൽ സഹിതം പഠിക്കണം. NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം.
കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? സ്പേസ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തിനോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. ബാലമിത്ര 2 ഇത് എന്തിൻ്റെയാണ്? കുഷ്ഠരോഗം ട്ടോ, ഓർത്തു വയ്ക്കാം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര. ഏത് വകുപ്പാണ്? ആരോഗ്യ വകുപ്പ് ട്ടോ. ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു തവണ കേട്ടിട്ട് വായിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ 1-2 തവണ നിങ്ങൾ ഓഡിയോ എന്ന രീതിയിൽ കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷനൊക്കെ കിട്ടും. പിന്നെ ഒരു തവണ നമ്മൾ കേട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ തന്നെ നമ്മുടെ മനസ്സിൽ വരും. അപ്പം അങ്ങനെ മനസ്സിൽ വരാത്തത് മാത്രം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കിയാൽ മതി. വി.എസ്. അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു സമര നൂറ്റാണ്ട്. നോക്കിയ ഒരു സമര നൂറ്റാണ്ട്. കെ.വി. സുധാകരൻ. വി.എസ്. അച്യുതാനന്ദൻ്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് വിസാറ്റ്. തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം ഏതാണ്? വിസാറ്റ് ആണ്. വനിത വിസാറ്റ്. കണക്ട് ചെയ്യാലോ. ഇനി കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം. കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥ. കഥകളി കലാകാരനാണ് കേട്ടോ. കോട്ടയ്ക്കൽ ശിവരാമൻ ആരാണ്? കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം. ഇപ്പം കേരളമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയുമാണ്. ഇനി ശാസ്ത്രമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. പിന്നെന്താണ്? ഇന്ത്യ, ലോകം, അങ്ങനെ തിരിച്ച് PSC ബുള്ളറ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ് എങ്ങനെയുണ്ട്, ഇത് തുടർന്ന് പോകണോ എന്നുള്ളത് അറിയിക്കുക. അപ്പോൾ ബാക്കി ക്ലാസ്സും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര സൈനിങ് ഓഫ്.